ഹായ് നമസ്കാരം, എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ. ജിയോയുടെ ഞെട്ടിക്കുന്ന ഒരു ഓഫർ ലോഞ്ചിൻ്റെ സമയത്ത് നമ്മൾ വളരെ എക്സ്ക്ലൂസീവായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. പക്ഷേ ജിയോ ആ ഓഫർ ക്ലോസ് ചെയ്യുകയാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ല. അതിന് കാരണമുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്തൊക്കെയാണ് ആക്ച്വലി ജിയോ എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്നാണ് വിചാരിച്ചത്. സോ ഇന്ന് 7-ാം തീയതി ഈ സമയത്ത് ഏകദേശം ഒരു 90% നമുക്ക് എല്ലാ രീതിയിലുള്ള കൺഫർമേഷൻസും കിട്ടിയിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ പറയാം. എന്താണ് ആക്ച്വലി ജിയോ സമ്മർ സർപ്രൈസ് ഓഫറിന് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതെന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾ 2 വീഡിയോകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ട്രായ് അഥവാ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ജിയോ അവരുടെ 3 മാസത്തെ കോംപ്ലിമെൻ്ററി ഓഫർ വിഡ്രോ ചെയ്യാൻ വേണ്ടി അഡ്വൈസ് ചെയ്തിരുന്നു. അത് ജിയോ അനുസരിക്കുകയും അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 3 മാസത്തെ കോംപ്ലിമെൻ്ററി ഓഫർ അവർ നിർത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഏകദേശം ഇന്നലെ രാത്രി വൈകുന്നേരത്തോടു കൂടിയാണ്, അതായത് 6-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. കൺഫർമേഷനും വന്നു, ഡീറ്റെയിൽസാണ് വന്നത്. പക്ഷേ നമ്മളിപ്പോൾ കൺഫേം ചെയ്യുന്നത് ഈ ദിവസം, അതായത് 7/4/2017 രാത്രി 12 മണി വരെ നിങ്ങൾക്ക് ഈ റീചാർജ് ചെയ്യാം. റീചാർജ് എന്തൊക്കെയാണ്, എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒന്നുകൂടെ പറയാം, 99 രൂപയുടെ പ്രൈം റീചാർജും അതിൻ്റെ കൂടെ 303 അല്ല അധികമോ റീചാർജ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാസം അഡീഷണൽ പ്ലസ് 1 മാസം നിങ്ങൾക്ക് എക്സ്ട്രാ, മൊത്തം 4 മാസം നിങ്ങൾക്ക് ജിയോയുടെ സർവീസ് യൂസ് ചെയ്യാൻ കഴിയും. വോഡാഫോൺ, ഐഡിയ, എയർടെൽ പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള നെറ്റ്വർക്ക് കമ്പനീസ് ട്രായുടെ കംപ്ലയിൻറ്റ്സ് കൊടുക്കുകയും അതുവഴി ട്രായ് നേരിട്ട് ജിയോയോട് അവരുടെ സർവീസ്, ഈ കോംപ്ലിമെൻ്ററി സർവീസ് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് www.jio.com എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യം ട്രായ് അഡ്വൈസ് ചെയ്തു ഈ ഒരു ഓഫർ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് ജിയോ സമ്മർ സർപ്രൈസ് ഓഫർ ടു ബി വിഡ്രോൺ ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്യൂ ഡേയ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്നത്, ഒഫീഷ്യൽസിൻ്റെ നിന്നും നമുക്കറിയാൻ സാധിക്കുന്നത് അവർ ഇന്ന്, അതായത് 7-ാം തീയതിയോടുകൂടി ഈ ഒരു ഓഫറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഓഫർ അവർ വിഡ്രോ ചെയ്യാൻ പോവുകയാണെന്നാണ്. ഓഫർ വിഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി വരെ റീചാർജ് ചെയ്യുന്ന ആൾക്കാർക്ക് 3 മാസത്തെ ഓഫർ ലഭിക്കും. അതായത് താഴെ കാണിച്ചിട്ടുണ്ട്, ഓൾ കസ്റ്റമേഴ്സ് ഹൂ സബ്സ്ക്രൈബ് ബിഫോർ ഡിസ്കണ്ടിന്യൂവേഷൻ വിൽ റിമൈൻ എലിജിബിൾ ഫോർ ദ ഓഫർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഓഫർ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ ഈ ഓഫറിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഈ ഓഫർ അവർ നിർത്തുന്നതിന് മുന്നേ റീചാർജ് ചെയ്ത ആൾക്കാർക്കെല്ലാം ഈ ഓഫർ നൽകും എന്നുള്ള രീതിയിലുള്ള കൺഫർമേഷനാണ് ജിയോ നൽകുന്നത്. അതായത് നിങ്ങൾ പ്രൈം റീചാർജ് ചെയ്തിട്ടില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ 303 അതിലധികമോ റീചാർജ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി 12 മണിക്ക് മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ ഓഫർ ചെയ്ത് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടും. ഇത് റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ പേടിഎം ഫ്രീ റീചാർജ്, അതുപോലെ മൊബിവിങ്ക് പോലുള്ള ഒരുപാട് സൈറ്റുകൾ ഓഫർ ചെയ്യുന്നുണ്ട് പല രീതിയിലുള്ള ഡിസ്കൗണ്ട്സും. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള അവരുടെ ജിയോ.com അല്ലെങ്കിൽ ജിയോ മണി, ജിയോ മണി ആപ്പൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒഫീഷ്യലായിട്ട് അത് റീചാർജ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടാതെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾക്ക് റീചാർജ് നൗ എന്ന് പറയുന്ന ഒരു ബട്ടൺ താഴെ ബ്ലാക്ക് കളറിൽ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനുള്ള ഒരു പേജിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ ഇത് സാധിക്കാത്ത ആൾക്കാരല്ല, ഓൺലൈനായിട്ട് ഇതുവരെ റീചാർജ് ചെയ്യാൻ സാധിക്കാത്ത ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ജിയോയുടെ ഔട്ട്ലെറ്റോ അല്ലെങ്കിൽ നോർമൽ ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ ഇവർ പ്രൈം റീചാർജ് നൽകുന്നുണ്ട്. അവിടെ എത്രയും പെട്ടെന്ന് എത്തി നിങ്ങൾ റീചാർജ് ചെയ്യുക. കാര്യം ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അല്ലെങ്കിൽ ഫ്യൂ ഡേയ്സ്, അല്ലെങ്കിൽ 8-ാം തീയതിയോ 9-ാം തീയതിയോ 10-ാം തീയതിയോ അങ്ങനെ നീട്ടി കൊണ്ടുപോകാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ ഒരു റിസ്ക് എടുക്കേണ്ട എൻ്റെ അഭിപ്രായം, മാക്സിമം നിങ്ങൾ പെട്ടെന്ന് റീചാർജ് ചെയ്യാൻ നോക്കുക. നമ്മൾ ഒരുപാട് ജിയോ മണി വെച്ചിട്ട് എങ്ങനെ റീചാർജ് ചെയ്യണം, മൈ ജിയോ ആപ്പ് വെച്ച് എങ്ങനെ റീചാർജ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ആ വീഡിയോസ് കാണുക. നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് റീചാർജ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള വേയിലൂടെ ചെയ്യുക, ജിയോ മണി വെച്ചിട്ട് തന്നെ ചെയ്യുക. അതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓഫറിൻ്റെ ബെനിഫിറ്റ് ഒരു പക്ഷേ ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ നേരത്തെ കണ്ട വെബ്സൈറ്റിൽ ബ്ലാക്ക് കളറിലെ ബട്ടൺ കണ്ടു. ആ ബട്ടൺ ഒരു പക്ഷേ എപ്പോഴാണോ അത് അവരെ നീക്കം ചെയ്യുക, അതായത് റീചാർജ് നൗ എന്ന് പറയുന്ന ബട്ടൺ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർ ഈ ഒരു ഓഫറിൻ്റെ കാലാവധി സോ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഗിവ് അവേ എന്ന് പറയുന്നത് 3 പേർക്ക് സോണിയുടെ ഹെഡ്സെറ്റാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്.
അപ്പോൾ അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ എടുത്ത ശേഷം ആ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പം ആ വീഡിയോൻ്റെ അടിയിൽ നിങ്ങളെ പേര് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഫേസ്ബുക്കിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഈ വാർത്ത എന്താണ് ജിയോയ്ക്ക് സംഭവിച്ചതെന്നുള്ള നിങ്ങളെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക. വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.